ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പം ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് 10 ഫേവറേറ്റ് മൂവീസ് ഓഫ് വിജയ്. തളപതി വിജയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകൾ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് അടിച്ച് കണ്ട തളപതി ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകളിൽ 10ാം സ്ഥാനത്തുള്ളത് മിൻസാരക്കണ്ണയാണ്. 1999 പുറത്തിറങ്ങിയ സിനിമ. KS രവികുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത്. ദേവയുടെ മനോഹര ഗാനങ്ങൾ. മ്യൂസിക് ഡയറക്ടർ ദേവയായിരുന്നു. അതുകൊണ്ട് വളരെയധികം ആകർഷണീയമായ ഒരു സിനിമയായിരുന്നു മിൻസാരക്കണ്ണ എന്നത്. പ്രത്യേകിച്ച് ഒരു പാട്ട് കാണുവാൻ വേണ്ടി തന്നെ ഞാൻ ഈ സിനിമ ചെറുപ്പത്തിലിരുന്ന് സൺ ടി വിയിലിരുന്ന് കണ്ടായിട്ട് ഓർക്കുന്നുണ്ട്. അത് ഉൻ പേർ സൊല്ല ആസൈദാൻ, ആ ഒരു പാട്ട് കാണുവാൻ വേണ്ടി തന്നെ ഈ ചിത്രം ഇരുന്ന് കണ്ടിട്ടുണ്ട്. ചൈൽഡ്ഹുഡ് മെമ്മറീസ്. മിൻസാരക്കണ്ണ 1999 പുറത്തിറങ്ങിയ സിനിമ. നമ്പർ 9 ഷാജഹാൻ. 2002 പുറത്തിറങ്ങിയ സിനിമ. KS രവിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അതും ഈ പറഞ്ഞ പോലെ മനോഹര ഗാനങ്ങൾ കൊണ്ട് വളരെയധികം ഇമ്പ്രസ്സായ സിനിമയാണ് ഷാജഹാൻ എന്ന് പറയുന്നത്. മണിശർമ്മയായിരുന്നു ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. നല്ലൊരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറിയാണ് ഈ സിനിമ. മനോഹര ഗാനങ്ങൾ, ആ ഗാനങ്ങളൊക്കെ ഇപ്പോഴും ഹിറ്റാണ്. ഷാജഹാനിലെ മെലഡിയും കാര്യങ്ങളുമൊക്കെ. 2002 പുറത്തിറങ്ങിയ സിനിമ ഷാജഹാൻ. നമ്പർ 8 യൂത്ത്. സെയിം 2002 തന്നെ പുറത്തിറങ്ങിയ സിനിമ. വിൻസെൻ്റ് സെൽവയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അതും ഈ പറഞ്ഞ പോലെ ആ ഒരു പാട്ടിന് വേണ്ടി, അല്ലെങ്കിൽ ആ കാലത്ത് ഏറ്റവും കൂടുതൽ ഓളമുണ്ടാക്കിയൊരു പാട്ടായിരുന്നു ആൽദോട്ട ഭൂപതി എന്നത്. അത് ഈ ചിത്രത്തിലെ പാട്ടാണ്. ആ ഒരു ഗാനം കാണുവാൻ വേണ്ടി തന്നെ ഈ സിനിമയിൽ നിന്ന് കണ്ട ഓർമ്മയുണ്ട്. ചൈൽഡ്ഹുഡ് മെമ്മറീസ്. സൺ ടി വിയിൽ വിജയുടെ ആ ഡാൻസും വിജയുടെ സിമ്രാൻ്റെയും കൂടെ മത്സരിച്ചു കൊണ്ടുള്ള ഡാൻസും അടിപൊളി ഒരു മൂമെൻ്റ് ആയിരുന്നു അത്. ആൽദോട്ട ഭൂപതി എന്നുള്ള സോങ്. യൂത്ത് നല്ലൊരു ലവ് സ്റ്റോറി. 2002 പുറത്തിറങ്ങിയ സിനിമ. വിൻസെൻ്റ് സെൽവയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 7 പൂവേ ഉണക്കാകെ. 1996 പുറത്തിറങ്ങിയ സിനിമ. വിക്രമനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അതും ഈ പറഞ്ഞ പോലെ മനോഹര ഗാനങ്ങൾ. പിന്നെ പറയേണ്ട കാര്യമില്ല, വിജയുടെ സിനിമകളിലെല്ലാം എല്ലാ സിനിമകളിലും നല്ല മനോഹര ഗാനങ്ങളുണ്ടാവും. പൂവേ ഉണക്കാകെ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വിജയുടെ കരിയറിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്ററായിരുന്നു ഈ ചിത്രം പൂവേ ഉണക്കാകെ എന്നത്. 1996 പുറത്തിറങ്ങിയ സിനിമ. നല്ലൊരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറി, നല്ലൊരു ക്ലൈമാക്സ്. വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു പൂവേ ഉനക്കാകെ എന്നത്. നമ്പർ 7. നമ്പർ 6 സച്ചിന്. 2005 പുറത്തിറങ്ങിയ സിനിമ. ജോൺ മഹേന്ദ്രനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ദേവിസി പ്രസാദിൻ്റെ മനോഹര ഗാനങ്ങൾ. അദ്ദേഹമായിരുന്നു മ്യൂസിക് ഡയറക്ടർ. വിജയും ജനിലയും മത്സരിച്ചഭിനയിച്ച സിനിമ. വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്ന ഒരു സിനിമകളിൽ ഒന്നാണ് സച്ചിൻ എന്ന ആ ഒരു വളരെ മനോഹരമായൊരു ഫീൽ ഗുഡ് മൂവി. നമ്പർ 5 തുള്ളാതെ മനവും തുള്ളും. അതും ഈ പറഞ്ഞ പോലെ ഒത്തിരി ആളുകളുടെ ഫേവറേറ്റ് വിജയ് മൂവി ആയിരിക്കും തുള്ളാതെ മനവും തുള്ളും എന്നത്. 1999 പുറത്തിറങ്ങിയ സിനിമ. 7 ചിത്രം സംവിധാനം ചെയ്തത്. SA രാജ്കുമാറിൻ്റെ മനോഹര ഗാനങ്ങൾ. അദ്ദേഹമായിരുന്നു മ്യൂസിക് ഡയറക്ടർ. ഇന്നിസൈ പാടി വരും. ആ പാട്ടൊക്കെ ഉണ്ടാക്കിയ ഓളമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വിജയ്ക്ക് കേരളത്തിൽ ഒരു സ്ട്രോങ് ഫാൻ ബേസ്, അല്ലെങ്കിൽ വിജയ്ക്ക് കേരളത്തിലെ ഫാൻ ബേസിന് തുടക്കം ഈ ഒരു സിനിമയാണ്. തുള്ളാതെ മനവും തുള്ളും എന്ന സിനിമയാണ്. 1999 പുറത്തിറങ്ങിയ മനോഹരമായ ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിച്ചൊരു ചിത്രമായിരുന്നു തുള്ളാതെ മനവും തുള്ളും എന്നത്. നമ്പർ 4 കത്തി. 2014 പുറത്തിറങ്ങിയ സിനിമ. AR മുരുകദാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അനിരുദ്ധിൻ്റെ തെറിക്ക വിടും BGM എന്ന് പറയാം. അടിപൊളി BGM ആയിരുന്നു ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. കത്തി അടിപൊളി ടൈറ്റിൽ കാർഡും എല്ലാം കൊണ്ടും വളരെയധികം തകർത്തു വാരിയ ഒരു സിനിമയായിരുന്നു കത്തി എന്നത്. 2014 പുറത്തിറങ്ങിയ സിനിമ. തുപ്പാക്കിക്ക് ശേഷം വിജയുടെ അടുത്ത ഒരു ബ്ലോക്ക് ബസ്റ്ററായിരുന്നു കത്തി. AR മുരുകദാസിൻ്റെ അടിപൊളി സംവിധാനവും എല്ലാം കൂടെ ആയപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുന്ന സിനിമകളിലൊന്നാണ് കത്തി എന്നത്. നമ്പർ 3 പോക്കിരി. 2007 പുറത്തിറങ്ങിയ സിനിമ. പ്രഭുദേവയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അതും ഈ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുന്ന സിനിമകളിൽ ഒന്നാണ് പോക്കിരി. വിജയും അസിനും മത്സരിച്ചഭിനയിച്ച സിനിമ. അടിപൊളി ക്ലൈമാക്സും കാര്യങ്ങളും മൂംസും ഉണ്ടാക്കുന്ന ക്ലൈമാക്സും ഒക്കെയാണ്. മനോഹരമായ ഫൈറ്റും സോങ്സും മണിശർമ്മയുടെ അടിപൊളി സോങ്സും എല്ലാം കൊണ്ടും വളരെയധികം എൻജോയ് ചെയ്യുന്നൊരു സിനിമയാണ് പോക്കിരി എന്നത്. നമ്പർ 2 തുപ്പാക്കി. 2012 പുറത്തിറങ്ങിയ സിനിമ. AR മുരുകദാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ഇതും ഈ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്ന ഒരു സിനിമകളിലൊന്നാണ് തുപ്പാക്കി എന്നത്. ഈ ചിത്രത്തിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു തുടരെ പരാജയങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വിജയുടെ കരിയറിൽ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയൊരു സിനിമയായിരുന്നു തുപ്പാക്കി എന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയൊരു ചിത്രമായിരുന്നു തുപ്പാക്കി. അതുകൊണ്ട് തന്നെ വിജയ് ഫാൻസിന് ഈ തുപ്പാക്കി എന്ന ചിത്രം വളരെയധികം സ്പെഷ്യലാണെന്ന് പറയാം. അതിൻ്റെ തന്നെ നമ്പർ 1 ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട വിജയ് ചിത്രം
അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ സിനിമയായിരിക്കും പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ടാവുക. ഈ അടുത്ത കാലത്ത് പോലും റിലീസ് ചെയ്തിട്ട് വളരെയധികം കളക്ഷൻ നേടിയൊരു സിനിമയാണ്. തമിഴ്നാട്ടിൽ ഫെസ്റ്റിവൽ മൂഡായിരുന്നു ഈ ചിത്രം റിലീസ് ചെയ്തപ്പോൾ. ആളുകൾ ഇടിച്ചു കയറുമായിരുന്നു. വേറൊന്നുമല്ല, ഗില്ലിയാണ്. 2004 പുറത്തിറങ്ങിയ സിനിമ. ധരണിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. വിദ്യാസാഗറിൻ്റെ അടിപൊളി ഗാനങ്ങൾ, പ്രത്യേകിച്ച് അതിലെ ഓരോ പാട്ട് ഹിറ്റാണ്. അർജുനൽ വില്ല ആയിക്കോട്ടെ, അപ്പിടിപ്പോടായിക്കോട്ടെ, കൊക്കരക്കോ ആയിക്കോട്ടെ, അത് ഈ 2K കിഡ്സ് വരെ പാടിക്കൊണ്ട് നടക്കുന്നു. അതുപോലെയൊരു സംഭവമായിരുന്നു ആ ഒരു സിനിമ. വൺസിനെ ലൈഫ് ടൈം മൂവി എന്നൊക്കെ പറയാം. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം കാര്യം റീമേക്കൊക്കെ ആണെങ്കിലും ഒറിജിനലിനെ വെല്ലുന്നത് ഇതായിരുന്നു. മഹേഷ് ബാബുവിൻ്റെ പടവും കണ്ടതാണ്, പക്ഷേ ഇതായിരുന്നു ഒന്നുകൂടെ നമുക്കിഷ്ടപ്പെട്ടത്. സോങ്സും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിനയവും മാസും പ്രകാശ് രാജും എടുത്തു പറയേണ്ട പ്രകാശ് രാജിൻ്റെ ആ വില്ലൻ വേഷവും എല്ലാം കൊണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഇപ്പോൾ വന്നാലും ഒരു ഫ്രഷ് മൂഡിൽ തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു സംഭവമാണ് ഗില്ലി എന്നത്. 2004 ചിത്രം പുറത്തിറങ്ങിയത്. വിജയുടെ കരിയറിലെ വലിയ ഹിറ്റുകളിലൊന്നാണ് ഈ ഗില്ലി എന്നത്. ഇതൊരു വൺസിനെ ലൈഫ് ടൈം മൂവി എന്ന് പറയാം. ആ രീതിയിലുള്ളൊരു സംഭവമായിരുന്നു ഗില്ലി, 2004 പുറത്തിറങ്ങിയ ചിത്രം. അപ്പോൾ ഇവയെല്ലാമാണ് ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട വിജയ് ചിത്രങ്ങൾ എന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ വിജയണ്ണ. നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിനെ വളരെ മനോഹരമാക്കിയതിൽ ഇദ്ദേഹത്തിനുള്ള ഒരു പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഇപ്പോഴും ഇരുന്ന് കാണാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് നമ്മൾ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഡാൻസുകളും പാട്ടുകളും ഒക്കെയാണ് നമുക്കൊരു ആശ്വാസം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ നടനെന്ന് പറയാം. കാരണം നമ്മുടെ ചൈൽഡ്ഹുഡ് സൂപ്പർ ഹീറോ ചൈൽഡ്ഹുഡിനെ മനോഹരമാക്കിയതിൽ ഇദ്ദേഹത്തിനുള്ളൊരു പങ്ക് വളരെ വലുതാണെന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ വിജയണ്ണ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.